ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ നിരന്തരം മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ 9ാം ക്ലാസ്സിൽ പരാജയം ഉണ്ടാവുമോ എന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ 9ാം ക്ലാസ് തോൽക്കുമെന്ന്. പക്ഷേ അതെന്താണെന്നറിയോ, 8ാം ക്ലാസ്സിൽ 100 കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ 30 കുട്ടികൾ തോറ്റിട്ടുണ്ട്. സ്കൂളിൽ 100 കുട്ടികളുണ്ടെങ്കിൽ 30 കുട്ടികൾ തോൽക്കുന്നുണ്ടെന്ന്. എന്നിട്ട് ഈ വെക്കേഷനിൽ അവർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, അവരെ പാസ്സാക്കിയിട്ട് 9ാം ക്ലാസ്സിന്റെ കൂടുതൽ കൊണ്ടുവന്ന് ഇരുത്താൻ വേണ്ടിയിട്ട്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എന്ത് ചെയ്തു, 9ാം ക്ലാസ്സിലെത്തി. ഈ 9ാം ക്ലാസ്സിൽ എത്തിയ സ്ഥിതിക്ക് അല്ലേ, ജയിച്ച കുട്ടികൾ 9ലെത്തി, 8ാം ക്ലാസ്സിൽ തോറ്റ കുട്ടികളുണ്ട്, അവരിനി എക്സാം എഴുതി കഴിഞ്ഞാൽ അവരെടുക്കെത്തും 9ാം ക്ലാസ്സിലെത്തും. ഇനി സാർ ഈ 9ൽ ഒരു പരാജയം ഉണ്ടോ? ഒരു പക്ഷെ നിങ്ങൾ അടുത്ത വർഷം, പണ്ട കാലങ്ങൾ പറയില്ലേ, ഞാൻ 8ൽ 2 കൊല്ലം തോറ്റിട്ടുണ്ട്, 9ൽ 3 കൊല്ലം തോറ്റിട്ടുണ്ട്, ഇങ്ങനെ അവരെ പറച്ചിലില്ലേ. ഇതുപോലെ ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ പറയേണ്ട ഒരു ഗതിയിലേക്ക് വരികയാണ്. അതായത് 9ാം ക്ലാസ്സിലും പരാജയമുണ്ട്, ചുമ്മാ 10 കണ്ട് കയറ്റി വിടൂല. നിങ്ങൾക്ക് അറിയാൻ കഴിയും, കഴിഞ്ഞ വർഷം മുതലേ 9ാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതായത് ഈ കഴിഞ്ഞ SSLC, ഇപ്പൊ ഇനി വർഷം SSLCക്ക് പോകുന്ന വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്, പുതിയൊരു ടെക്സ്റ്റ് ബുക്കാണ്. ടീച്ചേഴ്സ് ഒരു വർഷം എടുത്തതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താണ് ഈസി ആയിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യും, ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതിന് ഒരു കഴിഞ്ഞ എക്സാമിലൊക്കെ ഒരുപാട് എക്സാമിന് ഡേറ്റ് ഒക്കെ മാറ്റി വെച്ചിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പല സ്കൂളുകളിലും ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, ടീച്ചേഴ്സ് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പൊ സാറേ ഞങ്ങൾക്ക് എന്താണെന്നറിയോ, ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വല്ല അവസരമുണ്ടോ? ട്യൂഷന് പോവാണ്ടൊക്കെ ഞങ്ങൾക്ക് വല്ല ഓപ്ഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് എൻജോയ് ചെയ്ത് പഠിക്കണം, ഈ വെക്കേഷനിൽ ഇത് അടിപൊളിയായിട്ട് പഠിക്കണം, അതിന് വല്ല ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട് മക്കളെ. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിക്കൊണ്ട് റാൻസ് ഒരുക്കുന്നു നിങ്ങൾക്ക് കേരളം പഠിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് 9th ഓൺലൈൻ ട്യൂഷൻ ആട്ടോ. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവും. മാത്രമല്ല പിന്നെ ഷോർട്ട് നോട്ട്സ്. ഡെയിലി ക്ലാസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾറെഡി റെക്കോർഡഡ് ക്ലാസ് അതിൽ അവൈലബിൾ ആണ്. പ്രീ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് അതിൽ പക്ക അവൈലബിൾ ആണ്. മാത്രമല്ല മക്കളെ, നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ടീച്ചേഴ്സ് ചെയ്ത് സെയിം നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് വല്ല ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഫാക്കൽറ്റീനോട് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. മാത്രം ഒരു കാര്യം കൂടെ അതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഓഫ്ലൈനിൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പാണ് മക്കളെ നിങ്ങളുടെ മുന്നിലുള്ളത്. ഒരുപാട് ടീച്ചേഴ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഓഫ്ലൈനിൽ എടുത്തെടുത്ത് എക്സ്പേർട്ടായി. അതായത് ഒരു സ്കൂളിലെ ടീച്ചറിനെ സംബന്ധിച്ച് നിങ്ങൾ പറയണം, ശ്രദ്ധിച്ചു കേട്ടോ. ഒരു സ്കൂളിലെ ടീച്ചർ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ ആ സ്കൂളിലുള്ള ഒരു 4-5 ക്ലാസ്സിന് മാത്രമേ എടുക്കുള്ളൂ അല്ലേ. പക്ഷേ നമ്മളെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്കൂളിലെ അധ്യാപകർ മാത്രമല്ല, ഉള്ള ട്യൂഷനിലൊക്കെ നടന്ന് ക്ലാസ് എടുക്കുന്ന ഒരു ചാപ്റ്ററിന് ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു ഒരു ചാപ്റ്ററിന് ഞാൻ തന്നെ എടുത്തിട്ടുണ്ടാവും. ഒരു ചാപ്റ്റർ ഒരു പക്ഷേ പിന്നെ ഒരു 20 സ്ഥാപനങ്ങളിലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റി മെമ്പേഴ്സിനെയാണ് നിങ്ങൾക്ക് ഈ ആപ്പിലൂടെ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. വെറും 4,999 രൂപക്കാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി മറക്കണ്ട, പക്ക സെറ്റായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അടിയിൽ നിങ്ങൾക്ക് കാണാം, ആ നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.